ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ്. കാരണം ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബിസിനസ്. കാരണം നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ എല്ലാവരും എന്നോടും പറയായിരുന്നു നീയും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാണോ തുടങ്ങണമെന്നുള്ളത് ആഗ്രഹമുണ്ട്. പക്ഷെ നടന്നില്ല. പക്ഷെ ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ കാര്യം അതാ ഞാൻ പുറത്തു പോലും വിട്ടിട്ടില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യാം. ഉദ്ഘാടനം ചെയ്യാം. ഞാൻ പ്ലാച്ചി സ്റ്റോറാണ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ പ്ലാച്ചി സ്റ്റോറാണ് ഞാൻ ഒരു വെഞ്ചർ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നല്ലൊരു കൈയടി കൊടുക്കട്ടോ. നമ്മളെല്ലാവരും ഹൃദയത്തിൽ ഏറ്റിയതാണ് പ്ലാച്ചിയുടെ അല്ലേ. നല്ലൊരു കൈയടി കൊടുത്ത് ഇത്രയും നല്ലൊരു നമ്മുടെ ലൈഫിൽ ഒരു വലിയ ഡിസിഷൻ എടുത്തതായിട്ട് നമ്മളോട് പങ്കുവെക്കുകയാണ്. എവിടെ പോയാലും എന്നോട് ഇപ്പോ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകൾ എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്നത് പ്ലാച്ചി എവിടെയാന്ന്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇന്നലെ ഒരു ഇനാഗ്രേഷന് പോയി പുറത്തുള്ള എല്ലാ കുട്ടികളും പാരന്റ്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാച്ചി എവിടെയാന്ന്. അപ്പൊ പ്ലാച്ചി ഇത്ര ഫേമസ് ആണെന്നുള്ള കാര്യം ഞാൻ പുറത്തിറങ്ങിയ ശേഷമാണ് അറിയുന്നത്. അപ്പം എന്തായാലും ആ പ്ലാച്ചി വെച്ച് തന്നെ തുടങ്ങാം. ഞാൻ പേര് വേറെ എന്റെ പേരും ചേച്ചിയുടെ പേരും കൂടെ വെച്ച് തുടങ്ങാന്ന് ചോദിച്ചാൽ അനുഹി തുടങ്ങാന്നാണ് വിചാരിച്ചിരുന്നത്. ആ പേര് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പ്ലാച്ചി സ്റ്റോർ ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. സപ്പോർട്ട് ചെയ്യില്ലേ എല്ലാരും? ഇപ്പോഴൊന്നുമില്ല കേട്ടോ. പ്ലാച്ചിയോ പ്ലാച്ചി വീട്ടില് അതോ അത് ഗെയിമിന്റെ ഭാഗമല്ലേ. അപ്പം എന്താ കേട്ടില്ല ഞാനോ? ഇത് തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ ഇടാം. സമയമുണ്ടല്ലോ ഇടാ. അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ പൊക്കോട്ടെ. അപ്പൊ വീണ്ടും ആള് കൂടി വരികയാണ്. അപ്പൊ വീണ്ടും പറയാണ് വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും. ഉമ്മ